ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിഗ്നൂസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ കേരള മിക്സ്ചറാണ്. എളുപ്പത്തിൽ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേരള മിക്സ്ചർ നമുക്ക് എങ്ങനെ വീട്ടിൽ ചെയ്തെടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കണുണ്ട്, നിങ്ങളത് ക്ലിക്ക് ചെയ്ത് ഓളും കൂടി കൊടുത്തേക്കാം. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. മിക്സ്ചർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ടോട്ടലായിട്ട് ഞാൻ 2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് സേവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും 1/2 കപ്പ് ബൂന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഇത് 1.5 കപ്പ് കടലമാവാണ് ഞാൻ സേവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വച്ചിരിക്കുന്നതാണ്. ഇത് 1/2 കപ്പ് കടലമാവ് ബൂന്തിക്ക് വേണ്ടിയിട്ട്. മിക്സ്ചറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കപ്പലണ്ടി, 1 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. കപ്പലണ്ടി പച്ചക്കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. പൊട്ടുകടല നമുക്ക് റോസ്റ്റഡ് പൊട്ടുകടല ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 1 തണ്ട് കറിവേപ്പിലയും 6-7 വെളുത്തുള്ളിയും 6-7 വറ്റൽമുളകുമാണ്. അപ്പോൾ വെളുത്തുള്ളി നിങ്ങൾ സൈസിനനുസരിച്ച് എടുത്തോളുക. വലിയ സൈസിലുള്ള വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 4-5 എടുത്താൽ മതിയാവേ. ഞാനപ്പോൾ വെളുത്തുള്ളി ഒന്ന് തൊലിയോട് കൂടി തന്നെ ചതച്ചെടുക്കാൻ പോവുകയാണ്. ഒരുപാട് ചതയേണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. മിക്സ്ചറിൽ വെളുത്തുള്ളിയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇത് ആഡ് ചെയ്യേണ്ട കേട്ടോ. വെളുത്തുള്ളി അപ്പോൾ ഫുള്ളായിട്ട് ഞാനിവിടെ ചതച്ചെടുത്തു. ഇതൊന്ന് മാറ്റി വയ്ക്കുവാണ്. ഇനി സേവിന് വേണ്ടിയിട്ടുള്ള മാവ് എങ്ങനെയാണ് കുഴയ്ക്കുന്നതെന്ന് നോക്കാം. മിക്സ്ചറിന് വേണ്ടിയിട്ട് കടലമാവ് എടുക്കുമ്പോഴത്തേക്കും ലേശം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മിക്സ്ചറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മാവിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണത്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളതും റോസ്റ്റഡ് കടലമാവാണ്. ഒരുപാട് കരിഞ്ഞു പോരുത്, ചെറിയൊരു ചൂടിൽ കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. മാവ് കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പച്ചവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് സോൾട്ട്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ച് എടുത്തോളണേ. 2 ടീസ്പൂൺ മുളക് പൊടി കുറവാണ്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് ഞാനിത് കുഴച്ചെടുക്കുവാണ്. ഇതിലേക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ റോസ്റ്റഡ് അരിമാവ് ആഡ് ചെയ്യാം. കുറച്ചുകൂടി മാവ് നന്നായിട്ട് നമ്മൾ സേവ് ചെയ്തെടുക്കുമ്പോൾ ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആവശ്യമില്ല, അല്ലാണ്ട് കടലമാവ് മാത്രമായാലും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ സേവ് കിട്ടുമേ. മാവും വെള്ളമൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അളവിലൊക്കെ വ്യത്യാസം ചിലപ്പോൾ വരാം. അങ്ങനെ വരുമ്പോഴത്തേക്കും വെള്ളം കൂടി പോവുകയാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് കുറച്ചും കൂടി കടലമാവ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതിൻ്റെ പരുവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിന് വേണം നമുക്ക് ലാസ്റ്റ് കിട്ടാനായിട്ട്. പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരണം, ആ ഒരു രീതിക്ക് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ചപ്പാത്തിക്ക് നമ്മൾ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ കിട്ടണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ എണ്ണ കൂടി ആഡ് ചെയ്യുവാണ്. നമ്മൾ ഏതിലാണോ സേവ് ഫ്രൈ ചെയ്യുന്നത് ആ എണ്ണ വേണം നമ്മൾ മാവിലേക്ക് ആഡ് ചെയ്യാൻ. ഇത് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ വെളിച്ചെണ്ണയിലാണ് സേവ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. മാവ് ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടണം കണ്ടോ. ആ ഓയിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നൊരു പാകത്തിന് കിട്ടും. സേവിന് വേണ്ടിയിട്ടുള്ള മാവ് അപ്പോൾ ഇവിടെ റെഡിയായി. ഞാനിതൊന്ന് മാറ്റി വയ്ക്കുവാണ്. ഇനി ബൂന്തിക്ക് വേണ്ടിയിട്ടുള്ള മാവ് നമുക്കൊന്ന് കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബൂന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/3 കപ്പ് പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പരുവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദോശമാവ് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിന് വേണം നമ്മൾ ബൂന്തിയുടെ മാവ് റെഡിയാക്കി എടുക്കാൻ. ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്ന് കുഴച്ചെടുക്കുവാണ്. ബൂന്തിക്ക് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുള്ളത്. ബൂന്തിക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇത് ദോശ ബാറ്ററിൻ്റെ പരുവത്തിനൊന്ന് വെള്ളം ഒഴിച്ച് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഈ ഒരു പരുവത്തിന് വേണം നിങ്ങൾ ബൂന്തിക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാൻ. സേവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇടിയപ്പത്തിൻ്റെ ചെറിയ ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. മിക്സ്ചറിന് വേണ്ടിയിട്ട് സേവ് നമ്മൾ ചെറിയ ഹോളുള്ള ചില്ലി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെ ചെയ്യുന്ന സേവാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ. സേവനാഴിയിലേക്ക് നമ്മൾ മാവ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും
അതിൻ്റെ ഉൾഭാഗം കുറച്ച് എണ്ണ വെച്ച് പുരട്ടിയിട്ട് മാവ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മാവ് പറ്റി പിടിച്ചിരിക്കത്തില്ലേ. സേവ് ഫ്രൈ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് സേവ് എണ്ണയിൽ ചുറ്റിച്ചെടുക്കാം. സേവ് നമ്മൾ ഓയിലിലേക്ക് ഫ്രൈ ചെയ്യാൻ ആഡ് ചെയ്യുമ്പോൾ ഇതേപോലെ ചുറ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് കോരി എടുക്കാനോ അല്ലെങ്കിൽ ഇതേപോലെ പപ്പടം കുത്തിയുടെ ആ ഒരു ഇത് വെച്ചിട്ട് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു സൈഡ് 30 സെക്കൻഡ് മതിയാവും. ആ ചൂടിൽ തന്നെ പെട്ടെന്ന് നമുക്കത് ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടും. അതേപോലെ 2 സൈഡ് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കണം. നമ്മൾ സേവിന് വേണ്ടിയിട്ട് മാവ് കുഴയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റ് പരുവം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സേവ് എണ്ണയിൽ ചുറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. സേവ് ഞാനപ്പോൾ ഫുള്ളായിട്ട് വറുത്തെടുത്തു. ഇനി ഞാൻ പൊട്ടുകടലയും കപ്പലണ്ടിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ 30 സെക്കൻഡ് മതിയാവും പൊട്ടുകടല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള പൊട്ടുകടല ആയതുകൊണ്ട്. പൊട്ടുകടല നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് നേരം നമ്മൾ ഓയിലിൽ ഇട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാടങ്ങ് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഓയിലിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് അപ്പം തന്നെ കോരി മാറ്റാം. പൊട്ടുകടല ഞാൻ കോരി മാറ്റുവാണ്. ഇനി ഇതിലേക്ക് കപ്പലണ്ടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. റോസ്റ്റഡ് കപ്പലണ്ടി എടുക്കുന്നവർ 30 സെക്കൻഡ് ഓയിൽ ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാവും. അതിനുശേഷം അതൊന്ന് കോരി മാറ്റി വയ്ക്കുക. ഇവിടെ ഞാൻ പച്ച കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി ഒരു നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നിങ്ങളിതൊന്ന് കോരി മാറ്റി വയ്ക്കുക. കപ്പലണ്ടി ഞാനപ്പോൾ കോരി മാറ്റുവാണ്. മിക്സറിലേക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്തെടുക്കുവാണ്. വെളുത്തുള്ളി ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും വെളുത്തുള്ളിയുടെ പച്ച സ്മെല്ല് പോകുന്ന രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി മിക്സറിന് വേണ്ടിയിട്ടുള്ള ബൂന്തി റെഡിയാക്കാം. ബൂന്തി റെഡിയാക്കുമ്പോൾ ഇതേപോലെ ചെറിയ ഹോളുള്ള തവിയോ അല്ലെങ്കിൽ കണ്ണാപ്പയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ മുകളിലായിട്ട് ഇതേപോലെ ഒരു തവി വെച്ചിട്ട് മാവ് കോരി ഒഴിച്ച് ചുറ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മളൊരു തവി വെച്ചിട്ട് ചുറ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബൂന്തികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല. 1-2 മിനിറ്റ് മതിയാവും ബൂന്തി ഫ്രൈ ആയി കിട്ടാനായിട്ട്. ബൂന്തി അപ്പോൾ ഞാൻ ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തു. മിക്സ്ചറിന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം സേവ് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. പൊട്ടിക്കുമ്പോൾ ഒരുപാട് ചെറുതായി പോകരുത്. ജസ്റ്റ് കൈകൊണ്ട് 2 പ്രസ് അത്രയും മതിയാവും. സേവിലേക്ക് ഞാൻ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന കപ്പലണ്ടി ആഡ് ചെയ്യുവാണ്. വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പൊട്ടുകടല, ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബൂന്തി, ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കാൽ ടീസ്പൂൺ കായപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കായപ്പൊടിയും ഉപ്പും മുളകും ഒക്കെ മിക്സറിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിലൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേരള മിക്സ്ചർ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിക്സ്ചർ ഒന്ന് നല്ല തണുത്തതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള ടിന്നിൽ അടച്ച് സൂക്ഷിക്കുക. അപ്പോൾ ടിന്നിലേക്ക് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയുടെ പോർഷൻസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല സ്പൈസിയും അതേപോലെ തന്നെ ടേസ്റ്റിയും എളുപ്പത്തിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കേരള മിക്സ്ചറിൻ്റെ റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തേക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.